1, 2, 3 എന്ന് പറഞ്ഞുകൊണ്ട് സ്വർണ്ണക്കൊള്ളയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി CPM ചെയ്ത എല്ലാ അജണ്ടകളും ഓരോന്നോരോന്നായി പൊളിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. സ്വർണ്ണക്കൊള്ള ഇന്നും CPM-നെ നിന്ന് കത്തിക്കുക തന്നെയാണ്. അവിടെ പിണറായിയുടെ ആജ്ഞ അനുസരിക്കുന്ന SIT കുറ്റപത്രം സമർപ്പിക്കാതെ പോറ്റിയെ പുറത്തേക്കിറക്കി. ഇനി അടുത്തത് വാസുവും തന്ത്രിയുമൊക്കെയാണ്. അവരുകൂടെ പുറത്തിറങ്ങിയാൽ പിന്നെ ഇതൊക്കെ ആരോപണം മാത്രമാണ് എന്ന് പറഞ്ഞ് ഗോവിന്ദൻ മാഷ് തത്വം പറയാനും തുടങ്ങും. അവിടേക്കാണ് കോൺഗ്രസ് നേതാക്കളെ ഓരോരുത്തരെ ഇട്ടിട്ട് കൊടുത്ത് കുരുക്ക് മുറുക്കാനും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊടിപാറും വിജയം കരസ്ഥമാക്കിയ UDF-നെ തകർക്കാനും ഒക്കെ നോക്കുന്നത്. എന്നാൽ നേതാക്കൾ വ്യക്തിപരമായി ചെയ്ത കാര്യത്തിന്റെ രാഷ്ട്രീയത്തെ ആ വലയിലിട്ട് കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ നോക്കണ്ട എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ ആന്റണിയുടെ കാര്യത്തിലും സംഭവിക്കുന്നത്. കേരളത്തിൽ തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ കോൺഗ്രസ് നേതാക്കളെയും ജനപ്രതിനിധികളെയും വ്യക്തിഹത്യ നടത്തുക എന്നത് CPM-ന്റെ ഒരു സ്ഥിരം ശൈലിയായി മാറിയിരിക്കുകയാണ്. പത്തനംതിട്ട MP ആന്റണിക്കെതിരെ ഇപ്പോൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്ന വിവാദങ്ങൾ ഇതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണവുമാണ്. മാതൃഭൂമി ന്യൂസിന്റെ പ്രൈം ടൈമിൽ നടന്ന ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി അബിൻ വർക്കി നൽകിയ മറുപടിയും CPM-ന്റെയും BJP-യുടെയും കപടമുഖവുമൊക്കെ തുറന്നു കാട്ടുന്നതുമായിരുന്നു. എന്താണ് ഈ വിവാദത്തിന് പിന്നിലെ യഥാർത്ഥ വസ്തുത? കോൺഗ്രസിനെ തകർക്കാൻ ഇടത് വലത് മുന്നണികൾ നടത്തുന്ന ഈ ഒത്തുകളിയുടെ പിന്നാമ്പുറം ഒന്ന് പരിശോധിക്കേണ്ട കാര്യമാണ്. CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഉന്നയിച്ച ഒരു പച്ചക്കള്ളത്തിൽ നിന്നാണ് ഈ വിവാദങ്ങളുടെ തുടക്കം. അത്രയും ശബരിമല തന്ത്രി നെടുമ്പറമ്പിൽ ഫിനാൻസിൽ നിക്ഷേപിച്ച 2 കോടി രൂപ ആന്റണി കൈക്കലാക്കി എന്നതായിരുന്നു ആദ്യത്തെ ആരോപണം. എന്നാൽ ചർച്ചയിൽ അബിൻ വർക്കി വ്യക്തമാക്കിയതുപോലെ ഈ ആരോപണത്തിന്റെ അടിസ്ഥാനം തന്നെ തെറ്റാണ് എന്ന് തെളിഞ്ഞിരിക്കുകയാണ്. തന്ത്രി ഇത്തരത്തിൽ ഒരു നിക്ഷേപം നടത്തിയിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അത് പിൻവലിച്ചു എന്ന വാദത്തിന് പ്രസക്തിയില്ല എന്നും വ്യക്തമായി കഴിഞ്ഞു. തന്റെ പക്കൽ കൃത്യമായ രേഖകൾ ഉണ്ടെന്ന് അവകാശപ്പെട്ട ഉദയഭാനുവിന് ഒരു രേഖയും പുറത്തുവിടാൻ സാധിച്ചതുമില്ല. ഇത് കേവലം തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നാടകം മാത്രമാണ്. ആന്റണി MP-ക്ക് നേരെ ഉയർന്ന പണമിടപാട് ആരോപണങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന സുതാര്യതയും വളരെ ശ്രദ്ധേയമാണ്. വ്യക്തിപരമായ ആവശ്യങ്ങൾക്കായി നടത്തിയ പണമിടപാടുകളെ തിരഞ്ഞെടുപ്പ് ഫണ്ടുമായി കൂട്ടിക്കുഴക്കാനാണ് രാഷ്ട്രീയ എതിരാളികൾ ശ്രമിക്കുന്നത്. താൻ പണം വാങ്ങിയിട്ടുണ്ട് എന്നും അത് കൃത്യമായി തിരികെ നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം പരസ്യമായി തന്നെ സമ്മതിക്കുകയാണ്. എന്നാൽ CPM ആരോപിക്കുന്നത് പോലെ കോടികളുടെ ഇടപാടല്ല ഇത്. ബാങ്ക് വഴി നടന്ന സുതാര്യമായ ഇടപാടുകളെ കള്ളപ്പണമായി ചിത്രീകരിക്കുന്നത് രാഷ്ട്രീയമായ ഒരു പപ്പരത്തമാണ്. ഒരു MP എന്ന നിലയിൽ തന്റെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പരിശോധിക്കാൻ ആർക്കും അനുവാദമുണ്ടെന്ന ആത്മവിശ്വാസത്തോടെ പറയാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. നെടുമ്പറമ്പിൽ ക്രെഡിറ്റ് സൊസൈറ്റി ഉടമ NM രാജുവിനെ മുന്നിൽ നിർത്തിയാണ് CPM ഇപ്പോൾ കരുനീക്കം നടത്തുന്നതും. സാമ്പത്തിക ക്രമക്കേടുകളിൽപ്പെട്ട് നിൽക്കുന്ന ഒരാളെ ഉപയോഗിച്ച് കോൺഗ്രസ് നേതാക്കൾക്കെതിരെ മൊഴി പറയിപ്പിക്കുക എന്നത് ഇടത് സർക്കാരിന്റെ സ്ഥിരം തന്ത്രമാണ്. എന്നാൽ ചർച്ചയിൽ ഉയർന്നു വരുന്ന പ്രധാന ചോദ്യം എന്തുകൊണ്ടാണ് കഴിഞ്ഞ 4 വർഷമായി ഇതിൽ ഒരു അന്വേഷണം നടത്താൻ പോലീസിന് കഴിയാതിരുന്നത് എന്നാണ്. കേരളം ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്, പോലീസും അവരുടെ കയ്യിലുമാണ്. എന്നിട്ടും ഈ ആരോപണങ്ങളിൽ ഒരു FIR പോലും ഇടാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതിനർത്ഥം ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് സർക്കാരിന് നന്നായിട്ട് അറിയാമെന്ന് തന്നെയാണ്. ഈ നെടുമ്പറമ്പിൽ സൊസൈറ്റി ഉടമ തന്റെ മകളെയും കൂട്ടി ഈ പണം തിരികെ ആവശ്യപ്പെട്ട് ആന്റണിയെ സമീപിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്നിട്ടും തിരികെ കിട്ടിയില്ല എന്നും പറയുന്നു. രാഷ്ട്രീയമായി നൽകിയ പണമാണ് എങ്കിൽ അതിന് രേഖയുണ്ടാവും. അങ്ങനെയാണെങ്കിൽ പിന്നെ മകളെ വിട്ടുവരെ ചോദിക്കുന്നത് എന്തിനാണ് എന്നുള്ളതൊക്കെയാണ്. എന്താണെങ്കിലും ചർച്ചയിൽ BJP പ്രതിനിധിയുടെ സാന്നിധ്യവും അവരുടെ നിലപാടും ഒക്കെ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം വ്യക്തമാവും. കോൺഗ്രസ് MP-മാരെ വേട്ടയാടാൻ ED-യെ ഉപയോഗിക്കുക എന്ന കാര്യത്തിൽ ഇവർ തമ്മിൽ ഒരു ധാരണയുണ്ട് എന്ന്. UDF MP-മാർ വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങുമ്പോൾ അവരെ കേന്ദ്ര ഏജൻസികളെ വിട്ട് ഭയപ്പെടുത്താമെന്ന് BJP കരുതുന്നു എന്നും ഇതിന് വഴിമരുന്നിട്ട് കൊടുക്കുകയാണ് CPM എന്നൊക്കെയാണ് പറയുന്നത്. എന്താണെങ്കിലും ഇത്തരത്തിലുള്ള വാദഗതികളെ തകർത്തു കളയുന്ന അഭിപ്രായങ്ങൾ നടത്തുന്നുണ്ട് അബിൻ വർക്കി. ആ രംഗങ്ങൾ ഒന്ന് കാണാം. തീർച്ചയായിട്ടും വാങ്ങേണ്ടതില്ല എന്നത് മാത്രമല്ല, വാങ്ങിയിട്ടില്ല എന്നുള്ളതും വളരെ വ്യക്തമാണ്. ഒന്ന്, ശ്രീ ആന്റണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത് എങ്ങനെയാണ് ഈ വിവാദം ഉയർന്നു വന്നത്? വിവാദം ഉയർന്നു വന്നത് പത്തനംതിട്ട CPM-ന്റെ ജില്ലാ സെക്രട്ടറി ശ്രീ KP ഉദയഭാനു ആന്റണിയുമായി ബന്ധപ്പെട്ട് ഒരു ആരോപണം ഉന്നയിച്ചു. ആരോപണത്തിന്റെ കാതൽ ഇതായിരുന്നു: തന്ത്രി നെടുമ്പറമ്പിൽ ഫിനാൻസിൽ 2 കോടി രൂപ നിക്ഷേപിച്ചു എന്നും ആ നിക്ഷേപിച്ച തുക ഉടൻ തന്നെ ആന്റണി പിൻവലിച്ചുകൊണ്ട് പോയി എന്നുള്ളതായിരുന്നു ആരോപണം. ഈ ആരോപണം ഇപ്പോഴും KP ഉദയഭാനുവിന് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ഇനി 2, ഈ തന്ത്രി 2 കോടി രൂപ നിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് നിങ്ങളും എല്ലാവരും വാർത്തകൾ കൊടുത്തു, CPM പറയുകയുണ്ടായി. ഇന്നലെ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ നടത്തിയ പത്രസമ്മേളനത്തിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്: തന്ത്രി അങ്ങനെ ഒരു പണം അവിടെ നിക്ഷേപിച്ചിട്ടില്ല എന്നാണ് ഈ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമയാണ് 2 കോടി രൂപ ആന്റണിക്ക് 2019 കൊടുത്തു എന്ന് പറയുന്നത്. അതിൽ രാജുവിന്റെ ഏത് ഭാഗം? പകുതി ഭാഗം വിശ്വസിക്കണം, പകുതി ഭാഗം
വിശ്വസിക്കാതിരിക്കണോ? ഞാൻ പറയുവാണ്. അല്ല, ഞാൻ പറയട്ടെ ആര്യ, ഞാൻ പറയട്ടെ. അതായത് തന്ത്രി നിക്ഷേപിച്ച തുക എടുത്തു എന്നുള്ളതായിരുന്നുവല്ലോ CPM-ന്റെ ആരോപണം. ആ ആരോപണത്തിന് ചുവട് പിടിച്ചുകൊണ്ടാണ് നിങ്ങളടക്കം വാർത്ത കൊടുത്തത്. തന്ത്രി കൊടുത്ത 2 കോടി രൂപ അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുള്ള ആദ്യ ഭാഗം കള്ളമാണ് എന്ന് തെളിഞ്ഞു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് വ്യക്തത കുറവില്ലല്ലോ, അത് ജനങ്ങൾക്കും വ്യക്തത കുറവില്ല. CPM-ന്റെ ജില്ലാ സെക്രട്ടറി ഉദയഭാനു എന്ത് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഉന്നയിച്ചതെന്ന് ഉദയഭാനു തന്നെ പറയണം, അല്ലെങ്കിൽ CPM പറയണം. എങ്ങനെയാണ് ഈ 2 കോടി രൂപയുടെ നിക്ഷേപം അവിടെ ഉണ്ട് എന്ന് ഇവർ പറഞ്ഞത്? അതവിടെ നിൽക്കട്ടെ. ഇനി ആന്റോ ആന്റണി പണം മേടിച്ചു, ഏത് തന്ത്രി നിക്ഷേപിച്ച പണം മേടിച്ചു എന്നുള്ളതായിരുന്നല്ലോ ശബരിമല വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഉയർത്തിയ ആരോപണം. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നുള്ളതിന്റെ തെളിവെന്നാണ് ഇന്നലെ NM രാജു എന്ന് പറയുന്ന നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ ഉടമ പറയുന്നത് 2019 2 കോടി രൂപ മേടിച്ചു എന്നാണ് പറയുന്നത്. അത് ശ്രീ ആന്റോ ആന്റണി പൂർണ്ണമായി നിഷേധിച്ചു എന്നത് മാത്രമല്ല, 2 കോടി രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു രേഖ, ഏതെങ്കിലും ഒരു പേപ്പർ, എന്തെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒരെണ്ണം പുറത്തുവിടാൻ പറഞ്ഞു. സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എല്ലാ പാർട്ടികളും പണം മേടിക്കും. അത് CPM-നും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം, BJP-ക്കും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം, കോൺഗ്രസിനും കൊടുത്തിട്ടുണ്ട് അദ്ദേഹം. അത് തിരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിന് ആവശ്യമായ പണം ഇങ്ങനെ പലരും ഡൊണേഷനായി കൊടുക്കാറുണ്ട്. ആ പണം മേടിച്ചു എന്നതല്ലാതെ 2 കോടി രൂപ എന്നോ അതിന്റെ 10% പോലുമുള്ള തുക മേടിച്ചിട്ടില്ല എന്നും അങ്ങനെ ഒരു തുകയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പേപ്പർ ഈ നെടുമ്പറമ്പിൽ ഫിനാൻസിന്റെ കയ്യിലുണ്ടെങ്കിൽ അത് പുറത്തുവിടാൻ ആന്റോ ആന്റണി വെല്ലുവിളിച്ചു. എന്നിട്ടും അത് ഇതേവരെ പുറത്തുവിട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഇത് CPM സെറ്റ് ചെയ്ത അജണ്ടയാണ്. അതിന്റെ ഉത്തരം എന്താണ്? നിങ്ങൾ കൊടുത്ത ഇൻട്രോയിൽ തന്നെ അതിന്റെ ഉത്തരമുണ്ട്. മുൻ UDF നേതാവ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ LDF-ന്റെ നേതാവ്. ആ LDF-ന്റെ നേതാവ് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് മനസ്സിലാക്കാൻ അതിൽ പരം എന്തെങ്കിലും ഉണ്ടോ? കാരണം തന്ത്രിക്ക് അങ്ങനെ ഒരു പണം ഇട്ടിട്ടില്ല എന്നുള്ളത് ആന്റോ ആന്റണി സമ്മതിക്കുന്ന ആ പ്രതികരണം ഒന്ന് കേട്ടിട്ട് ഞാൻ അബിനിലേക്ക് തിരിച്ചു വരാം. എന്നെ സഹായിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ പണം വേണമെന്ന് പറഞ്ഞു. ആ പണം ഞാൻ തിരിച്ചു കൊടുത്തു. അത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് പണം വാങ്ങി എന്ന് സമ്മതിക്കുന്നുണ്ട്. ഇപ്പൊ 10% ഒരു കണക്ക് അബിൻ പറഞ്ഞു. പക്ഷെ ഞാൻ ഇന്നത്തെ പത്രസമ്മേളനം 15 മിനിറ്റ് ദൈർഘ്യമുള്ള വാർത്താ സമ്മേളനം മുഴുവൻ കേട്ടു ഞാൻ. പണം വാങ്ങി എന്ന് സമ്മതിക്കുന്നതിൽ ശരി എത്ര പണം എന്നുള്ളത് ആന്റോ ആന്റണി ആവർത്തിച്ച് ചോദിച്ചിട്ട് പറഞ്ഞില്ല. 2 കോടി രൂപ മേടിച്ചു എന്ന് ആന്റോ ആന്റണി സമ്മതിക്കുന്ന ഒരു ചിത്രം കാണിച്ചാൽ ഞാനിപ്പോ ഇതിൽ നിന്ന് എഴുന്നേറ്റ് പോവാം. 2 കോടി രൂപ, ഞാനിപ്പോ ക്ഷമയും പറയാം, 2 കോടി രൂപ ആന്റോ ആന്റണി മേടിച്ചു എന്ന് പറയുന്ന ഒരൊറ്റ ക്ലിപ്പ് കാണിച്ചാൽ ഞാനിപ്പോ ഈ ക്ഷമയും പറയാം. ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. ആളുകളെ അങ്ങ് മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. ഇത് ആളുകളെ മണ്ടന്മാരാക്കാൻ ശ്രമിക്കരുത്. എന്താണ് നിങ്ങൾ ഇപ്പൊ ഈ കാണിച്ചതിന്റെ ഉദ്ദേശം? എന്താ മുഴുവൻ കാണിക്കണ്ടേ? 2 കോടി രൂപ മേടിച്ചു നിങ്ങൾ ഇപ്പൊ ഈ കാണിച്ചതിന്റെ ഉദ്ദേശം എന്താ?